തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മകൻ അച്ഛൻ്റെ തലക്കടിച്ചു കൊന്നു. മൊബൈൽ അഡിക്ഷനാണ് കാരണം. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് വീണ് തലക്ക് പരിക്ക് പറ്റിയതാണ് എന്നായിരുന്നു. രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി ഉരുകുകയാണ്, ജീവിക്കുന്നില്ല. പക്ഷേ എത്ര മക്കൾ ഇത് തിരിച്ചറിയുന്നു? നാട്ടിലും വിദേശത്തും മരുഭൂമിയിലും തീച്ചൂളയിലും ജീവിക്കാൻ മറന്ന് ഉരുകുന്ന രക്ഷിതാക്കൾ എടുത്താൽ പൊങ്ങാത്ത ഭാരവും പേറി നടക്കുന്നു. പക്ഷേ മക്കൾ ജീവിതം അടിച്ചു പൊളിക്കുകയാണ്, വൈബാക്കുകയാണ്. അച്ഛൻ ചോര നീരാക്കിയതിൻ്റെ റിസൾട്ടാണ്, അച്ഛൻ കൊണ്ട വെയിലിൻ്റെ തണലാണ് താൻ അനുഭവിക്കുന്നത് എന്നുള്ളത് പല മക്കളും തിരിച്ചറിയുന്നില്ല. സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും ബൈക്കും ട്രിപ്പും ആവശ്യപ്പെടുമ്പോഴും ആവശ്യപ്പെടാത്തപ്പോഴുമെല്ലാം മക്കൾക്കു നൽകുന്നവർ മക്കളെ വളർത്തുകയാണോ, അതല്ല അവരെ നശിപ്പിക്കുകയാണോ? പക്ഷേ ഇത് തിരിച്ചറിയുമ്പോഴേക്കും മാതാപിതാക്കളെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. പിന്നീട് ഖേദിച്ചത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനുമില്ല. പാരൻറ്റിങ് എന്ന് പറയുന്നത് പഠിച്ച് നിർവഹിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കലല്ല പാരൻറ്റിങ്, മറിച്ച് വേണ്ടതേത്, വേണ്ടാത്തതേത്, നോ പറയേണ്ടത് എപ്പോൾ, ചെയ്തു കൊടുക്കേണ്ടതെപ്പോൾ എന്ന ഒരു തിരിച്ചറിവിൻ്റെ, വകതിരിവിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ പോസിറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്.